BLDC ഫാൻ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്താൽ കറണ്ട് ചാർജ് പകുതിയാക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കാൻ സാധിക്കും. എന്താണ് BLDC ഫാൻ? സാധാരണ ഫാനുകൾ AC വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ അതിൻ്റെ മോട്ടറിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്നത് ഒരു കാർബൺ ബ്രഷ് വഴിയാണ്. എന്നാൽ BLDC ഫാനിൽ കാർബൺ ബ്രഷ് ഉണ്ടായിരിക്കില്ല. ഇതുമൂലം ഫ്രിക്ഷൻ കുറയുന്നു. ഇനി അത് മാത്രമല്ല, അത് DC വൈദ്യുതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പവർ അല്ലെങ്കിൽ വൈദ്യുതി വളരെ കുറച്ച് മതി. ഒരു സാധാരണ ഫാൻ ഫുൾ സ്പീഡിൽ ഇടുമ്പോൾ 60 വാട്ട്സ് എടുക്കുന്നു. എന്നാൽ BLDC ഫാൻ ഫുൾ സ്പീഡിൽ ഇടുമ്പോൾ 30 വാട്ട്സ് ശരാശരി എടുക്കാറുള്ളൂ. അതായത് പകുതി വാട്ട്സ് മതി എന്നർത്ഥം. ഇനി സാധാരണ ഫാൻ ഒരു 1 അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സ്പീഡിലിടുമ്പോൾ 25 വാട്ട്സ് എടുക്കുന്നു. BLDC ഫാനാണെങ്കിൽ 1 5 വാട്ട്സ് മതിയാവുള്ളൂ. അതായത് 1/5 വൈദ്യുതി മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയും സാധാരണ ഫാനിനെ അപേക്ഷിച്ച് BLDC ഫാനിന് എയർ ഫ്ലോ കൂടുതലായതിനാൽ ആളുകൾ മിക്കപ്പോഴും കുറഞ്ഞ സ്പീഡിലേ അത് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് ചാർജ് ഫാനിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. നമുക്കതിൻ്റെ കണക്കുകളൊന്ന് പരിശോധിക്കാം. ഒരു ഹാളും അതുപോലെ 2 ബെഡ്റൂമും. ഹാളിൽ സാധാരണ ഒരു 10 മണിക്കൂർ പ്രവർത്തിക്കുന്നു. 2 ബെഡ്റൂമിൽ 8 മണിക്കൂർ വീതം പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് 26 മണിക്കൂർ ആ ഫാൻ ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പം 26 മണിക്കൂർ ഒരു ദിവസം എടുക്കുമ്പോൾ 60 വാട്ട്സ് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ 1500 വാട്ട്സ് എടുക്കുന്നു. അതായത് 1.5 യൂണിറ്റ് ഒരു ദിവസം വേണ്ടി വരുന്നു. ഒരു മാസത്തേക്കാണെങ്കിൽ 45 യൂണിറ്റ് വേണ്ടി വരുന്നു. 2 മാസത്തെ ബില്ലാണ്ട് വരുന്നതിനാൽ 2 മാസം 90 യൂണിറ്റ് ഉപയോഗം. ഒരു യൂണിറ്റിന് 7 രൂപയുടെ കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 മാസത്തേക്ക് 675 രൂപ ഫാനിന് മാത്രം വൈദ്യുതി ചിലവാകുന്നു. ഇനി BLDC ഫാൻ രണ്ടാമത്തെ സ്പീഡ് ഇടുമ്പോൾ ശരാശരി 10 വാട്ട്സേ എടുക്കുകയുള്ളൂ. എന്നാലും ആവശ്യത്തിനുള്ള എയർ ഫ്ലോ ലഭിക്കുന്നു. അപ്പം 26 മണിക്കൂർ 10 വാട്ട്സ് വെച്ചിട്ട് കൂട്ടുവാണെങ്കിൽ ഒരു ദിവസം 260 വാട്ട്സ്. അതായത് 2 മാസത്തേക്ക് നമുക്ക് ആകെ 15 യൂണിറ്റ് ഉപയോഗമേ വരുന്നുള്ളൂ. അതായത് 113 രൂപയുടെ വൈദ്യുതി മതി എന്നർത്ഥം. അതായത് സാധാരണ ഫാനിനെ അപേക്ഷിച്ച് 2 മാസത്തേക്ക് 30 യൂണിറ്റ് കുറച്ച് മതി. അതായത് നേരത്തെ നമ്മൾ കണ്ടത് 2 മാസത്തെ ഉപയോഗം എന്ന് പറയുന്നത് 675 രൂപ. ഇപ്പോൾ നമുക്ക് വരുന്നത് 2 മാസത്തേക്ക് 113 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതായത് 560 രൂപ നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഒരു വർഷത്തേക്ക് 3300 രൂപ ലാഭിക്കാൻ കഴിയുന്നു. അതായത് ഒരു വർഷം സാധാരണ ഫാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ കറണ്ട് ചാർജ് മതി ഒരു BLDC ഫാൻ വാങ്ങുന്നതിന്. ഇപ്പോൾ ഈ കണക്കുകളിലൂടെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. BLDC ഫാനിന് പവർ കുറച്ച് മതി. അതുകൊണ്ട് കറണ്ട് ചാർജ് നമുക്ക് പകുതിയോളം ലാഭിക്കാൻ സാധിക്കും. കാരണം നമ്മൾ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫാനിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ പരിശീലനം കൊടുക്കുന്നു. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായകരമായ വീഡിയോകളും ലഭ്യമാക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.